Welcome you all for yet another live session of IELTS reading, and this is me, Devika from Tiju Sir Academy. So let's wait some more time for others to join. Okay, നമ്മൾ IELTS reading live session വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് ഒരു വേരിയസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഓർ ക്വസ്റ്റ്യൻ ടൈപ്സ് ഇൻ IELTS റീഡിംഗ്. ഓക്കെ, വൺ കമൻറ്റ്. ഗുഡ് മോർണിംഗ് ജോണി. വെൽക്കം ടു ടുഡേയ്സ് ലൈവ് സെഷൻ. ഗുഡ് മോർണിംഗ് ലീസ ഷേഖ്. വെരി ഹാപ്പി ടു സീ യു ഓൾ ഇൻ ദ കമൻറ്റ് സെഷൻ. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ IELTS റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഓർ ക്വസ്റ്റ്യൻ ടൈപ്സ് ഇൻ IELTS റീഡിംഗ്, ആൻഡ് വി ആർ ഡീലിംഗ് വിത്ത് ദ ടാസ്ക്, ദ സ്ട്രാറ്റജീസ്, ദ ടിപ്സ് ആൻഡ് ട്രിക്സ് ദാറ്റ് വി ഹാവ് ടു യൂസ് വൈൽ ഡീലിംഗ് വിത്ത് ഓൾ ദീസ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ്. ഓക്കെ, വൺ മോർ കമൻറ്റ്. Gigi Beena. Good morning, Gigi. Hope all of your preparations are going well. ഓക്കെ, സോ ഈ ഒരു ലൈവ് സെഷനിൽ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും ഈ ഒരു ലൈവിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നിങ്ങൾ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ പ്രീവിയസ് IELTS റീഡിംഗ് ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മാച്ചിങ് പാരഗ്രാഫ് ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ മാച്ചിങ് ഇൻഫർമേഷൻ അല്ലെ മാച്ചിങ് എന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്സിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വേരിയസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് സച്ച് ആസ് മാച്ചിങ് ഹെഡിങ്സ്, മാച്ചിങ് പാരഗ്രാഫ്, അതേപോലെ മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ്, ഇത്തരത്തിലുള്ള മാച്ചിങ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വൺ മോർ കമൻറ്റ്. ജൂബി ജേക്കബ്. ഗുഡ് മോർണിംഗ് ജൂബി. സോ വെൽക്കം ടു ടുഡേയ്സ് ലൈവ് സെഷൻ ഓഫ് IELTS റീഡിംഗ്. ഗുഡ് മോർണിംഗ് ആൻസി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് പ്രീവിയസ് ലൈവ് സെഷൻസ് മാച്ചിങ് ഹെഡിങ്സ് അതേപോലെ മാച്ചിങ് പാരഗ്രാഫ് ഇൻഫർമേഷൻ ഈ ഓരോ ലൈവ് സെഷനും നിങ്ങളെല്ലാവരും തന്നെ ഓക്കെ. വൺ മോർ കമൻറ്റ്. അനു പ്രിൻസ്. ഗുഡ് മോർണിംഗ് അനു. സോ ലാസ്റ്റ് ആ ഒരു പ്രീവിയസ് ലൈവ് സെഷൻസ് കാണാത്തവർ അത് കാണുക, ബിക്കോസ് ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താതിരുത്താൻ നമ്മുടെ എല്ലാ റെക്കോർഡഡ് വീഡിയോസും ഫേസ്ബുക്ക് അതേപോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ റീഡിങ്ങിന് മാത്രമല്ല എല്ലാ ലൈവ് സെഷൻസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ലൈവ് സെഷൻസും റെക്കോർഡഡ് വീഡിയോസായിട്ട് നമ്മുടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബ് അതേപോലെ ഫേസ്ബുക്കിലൊക്കെ അവൈലബിൾ ആണ്. സോ ലാസ്റ്റ് ലൈവ് സെഷൻസ് കാണാത്തവർക്കായി അല്ലെങ്കിൽ പ്രീവിയസ് ലൈവ് സെഷൻ എന്താണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, സോ അതൊന്ന് ഗോ ത്രൂ ചെയ്യാൻ എല്ലാവരും ആ ഒരു പ്രീവിയസ് ലൈവ് സെഷൻസ് കൂടി കാണുക. ഓക്കെ, വൺ മോർ കമൻറ്റ്. ബീന. ഹലോ ബീന, ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ മീൻവൈൽ എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ്. Okay, matching sentence endings. So once again I welcome you all for today's live session of IELTS reading, and now we move on to matching sentence endings, the question type matching sentence endings in detail. So എന്താണ് matching sentence endings or the task or the skills that we have to use while handling or dealing with this question, this particular question type. മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ടാസ്ക് എന്താണ്? ഓക്കെ, സോ ഹിയർ ഇൻ ദ സ്ലൈഡ് ഐ തിങ്ക് ദ സ്ലൈഡ് ഈസ് വിസിബിൾ ടു ഓൾ ഓഫ് യു. Sorry. So the task here is that we have to deal with this completing sentences by matching the start of the sentence with the correct ending given in a list. Okay. Matching sentence endings. Okay, so the title or the name itself mentioned matching sentence endings എന്ന് പറയുമ്പോൾ we have to complete sentences by matching the start of the sentence with the correct ending given in a list. സോ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ലിസ്റ്റായിട്ട് തരുന്നത് കുറച്ച് എൻഡിങ്സ് ആയിരിക്കും, മീൻസ് സെൻറ്റൻസ് എൻഡിങ്സ് ആയിരിക്കും ഒരു ലിസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്.
അതേപോലെ നമുക്ക് കുറച്ച് സെൻറ്റൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത്. സോ വി ഹാവ് ടു കംപ്ലീറ്റ്, ബട്ട് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിരിക്കില്ല. സോ സെവറൽ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് ആർ ഗിവൺ പ്രൊവൈഡഡ് ഫോർ യു, ബട്ട് ദ സെൻറ്റൻസ് ഇസ് നോട്ട് അറ്റ് ഓൾ കംപ്ലീറ്റ്. സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിരിക്കില്ല. സോ നമ്മൾ ഈ ഒരു സെൻറ്റൻസിനെ, തന്നിട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഓഫ് സെൻറ്റൻസിനെ കറക്റ്റ് എൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ അതിന് മാച്ചായിട്ട് വരുന്ന സെൻറ്റൻസ് ഏതാണ് അത് ചൂസ് ചെയ്യുക. അത് ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യുക. ഇതാണ് നമ്മളിവിടെ ഡീൽ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ട ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. വി ഹാവ് ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസസ് ബൈ മാച്ചിങ് ദി സ്റ്റാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. ആ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ എന്തായിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്? വി ഹാവ് ടു മാച്ച് ഇറ്റ് വിത്ത് ദി കറക്റ്റ് എൻഡിങ്സ് ആസ് ഗിവൺ ഓർ പ്രൊവൈഡഡ് ആസ് എ ലിസ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് കുറച്ച് സെൻറ്റൻസ് എൻഡിങ്സ് ആയിരിക്കും. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് എൻഡിങ്സിനെ കറക്റ്റ് ഏത് സെൻറ്റൻസിനോടാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെൻറ്റൻസിനോട് മാച്ച് ചെയ്യുക. സോ ഇതാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യേണ്ട ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. And the skills that we have used, the main or the major skills that we have used while dealing with matching sentence endings. Okay, I hope this task for matching sentence endings is clear for you. So എല്ലാവർക്കും ക്ലിയർ ആണോ എന്താണ് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് അല്ലെങ്കിൽ എന്ത് ടാസ്ക് ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യേണ്ടത്? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ, എല്ലാവരും നമ്മളുടെ ഈ ഒരു സോഴ്സ് ഓഫ് മീഡിയം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താണ് നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു മീഡിയം എന്ന് ഇവിടെ പറയുന്നത് നമ്മളുടെ ഒരു കമൻറ്റ് സെഷനാണ്. സോ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് ഇവിടെ കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യുക. സോ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഓക്കെ റീസ, താങ്ക് യു സോ മച്ച്. സോ നെക്സ്റ്റ് ദി സ്കിൽസ്. എന്തൊക്കെ സ്കിൽസാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട മെയിൻ സ്കിൽസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ്, ഓക്കെ ആൽഫി, താങ്ക് യു. സോ ദ ഫസ്റ്റ് സ്കിൽ ഈസ് ലൊക്കേറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ദി പാസേജ്. ഓക്കെ, സോ നമ്മൾ ഒരു സെൻറ്റൻസിനെ ഒരു സെൻറ്റൻസ് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസിനെ അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻഡിങ്സിനോട് മാച്ച് ചെയ്യുക. അതാണ് നമ്മളിവിടെ ഡീൽ ചെയ്യേണ്ട ടാസ്ക്. സോ ഈ ഒരു ടാസ്ക് ചെയ്യണമെങ്കിൽ ദ ഫസ്റ്റ് സ്കിൽ വി ഹാവ് ടു നർച്ചർ. നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ആ ഫസ്റ്റ് മേജർ സ്കിൽ എന്ന് പറയുന്നത് ലൊക്കേറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ദ പാസേജിൽ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ ദെൻ നെക്സ്റ്റ് ഒരു സ്കില്ലാണ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഫർമേഷൻ. നമ്മളൊരു പാസേജിൽ ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്താൽ മാത്രമല്ല, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഓൾ ദി തിങ്സ് ഓർ വാട്ട് ഓൾ ദി ഡീറ്റെയിൽസ് ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പാസേജ് ഇറ്റ് സെൽഫ്. ആ ഒരു പാസേജിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് മേജർ സ്കിൽ ഈസ് വി ഹാവ് ടു ലുക്ക് ഓൺ ടു ദി ഓർ ലൊക്കേറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ദ പാസേജ്. കറക്റ്റായിട്ട് ഒരു പാസേജിൽ ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ ട്രൈ ടു ക്യാപ്ചർ ദ കറക്റ്റ് മീനിങ് ബിഹൈൻഡ് ദ പെർട്ടിക്കുലർ പാസേജ്. ആ ഒരു പാസേജിന് പിന്നിലുള്ള കറക്റ്റ് ആ ഒരു മീനിങ് എന്താണ് അത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇതാണ് മേജർ സ്കിൽസ് എന്ന് പറയുന്നത് that we have to use while dealing with matching sentence endings. Okay, is it clear all of you? Okay, so now we move on to the task and the skills. നമ്മൾ ടാസ്കും സ്കിൽസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് എന്ന ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടാസ്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട സ്കിൽസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നൗ വി മൂവ് ഓൺ ടു ദി ടിപ്സ് we have to deal with or the tip that we have to use while dealing with matching sentence endings. Okay, സ്കിൽസ് അതേപോലെ നമ്മൾ എന്താണ് ടാസ്ക് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ടിപ്സ്. ഓക്കെ, സോ എനിക്കറിയാം എല്ലാവരും ഈ ഒരു IELTS റീഡിങ്ങിൻ്റെ ആണെങ്കിലും എല്ലാ IELTS ആസ്പിറൻസും എല്ലാ സ്റ്റുഡൻസും തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കി കാണുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടിപ്സ് ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതും ഈ ഒരു ടിപ്സ് സ്ട്രാറ്റജീസ് ഒക്കെ ആയിരിക്കും അല്ലേ. ഓരോ ക്വസ്റ്റ്യൻ ഫോമാറ്റ്സിനും പിന്നിലുള്ള ആ ഒരു ടിപ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ട്രിക്സ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം, എന്തൊക്കെ ടിപ്സ് യൂസ് ചെയ്യണം. സോ ഈ ഒരു ടിപ്സ് ആയിരിക്കും എല്ലാവരും തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടിപ്സ് ആയിരിക്കും. സോ എന്തൊക്കെ ടിപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ടിപ്പ് ഈസ് ദാറ്റ്
read through the sentences and then read through the possible endings. Okay, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് സെൻറ്റൻസസ് നമുക്ക് നമ്മളുടെ കയ്യിൽ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പോസിബിൾ ആയിട്ടുള്ള എൻഡിങ്സ് അല്ലേ, സെൻറ്റൻസ് എൻഡിങ്സും കുറച്ച് ലിസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. സോ യൂഷ്വലി ഈ ഒരു മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പിലാണ് ആ ഒരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ആ ഒരു ലിസ്റ്റ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുന്നതും, അതേപോലെ മീൻസ് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ്, അതേപോലെ ആ ഒരു ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് ലിസ്റ്റ് ഓഫ് സെൻറ്റൻസ് എൻഡിങ്സും ആയിരിക്കും. കുറച്ച് സെൻറ്റൻസ് എൻഡിങ്സിൻ്റെ ലിസ്റ്റും ആയിരിക്കും പിന്നെ തന്നിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ 2 ലിസ്റ്റാണ്, മീൻസ് ഈ ഒരു സെൻറ്റൻസ് എൻഡിങ്സും അതേപോലെ തന്നെ ആ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസും തമ്മിലാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതാണോ അത് നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, so the first tip is read through the sentences. So first of all നമുക്ക് ആ ഒരു ലിസ്റ്റ് ഓഫ് സെൻറ്റൻസസ് തരും. ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് സെൻറ്റൻസസ് നിങ്ങൾ കെയർഫുൾ ആയിട്ട് തന്നെ റീഡ് ചെയ്യുക. You have to read carefully through the sentences and then read through the possible endings. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആ ഒരു സെൻറ്റൻസ് തന്നിട്ടുള്ള ലിസ്റ്റ് വായിക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു പോസിബിൾ എൻഡിങ്സ്, പോസിബിൾ ആയിട്ടുള്ള സെൻറ്റൻസ് എൻഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്കുണ്ടാവും. ആ ഒരു ലിസ്റ്റ് കൂടി നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് തന്നെ റീഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് മേജർ ടിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ പ്രിപ്പയർ പാരഫ്രേസസ്. നമ്മൾ എന്ത് വേണം? പാരഫ്രേസസ് പ്രിപ്പയർ ചെയ്യണം. എന്താണ് പാരഫ്രേസസ്? വി ഹാവ് ടു പാരഫ്രൈസ് മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു പാസേജിലെ ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്യും, അതിനുശേഷം ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യും അല്ലേ. ആ ഒരു ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം വി ഹാവ് ടു പാരഫ്രൈസ് ഇറ്റ്. നമ്മൾ റീഫ്രൈസ് ഓർ പാരഫ്രൈസ് ചെയ്യുക. നമുക്ക് ഒരു മെയിൻ പോയിന്റ് ഉണ്ടാവും, അഡീഷണൽ പോയിൻറ്സും ഈ ഒരു ആ പാസേജിൽ പ്രൊവൈഡ് ചെയ്യുക അല്ലേ. ഒരു പാസേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മെയിൻ ഐഡിയ, അതേപോലെ തന്നെ ബാക്കി ആ ഒരു മെയിൻ ഐഡിയ അപ്പാർട്ട് ഫ്രം ദാറ്റ് മെയിൻ ഐഡിയ ബാക്കിയുള്ളത് നമുക്ക് ഒരു അഡീഷണൽ പോയിൻറ്റ്സ് ആയിരിക്കും. സോ നമ്മൾ കറക്റ്റായിട്ട് ഒരു മെയിൻ ഐഡിയയും ഈ ഒരു അഡീഷണൽ പോയിൻറ്റ്സിൽ ലൊക്കേറ്റ് ചെയ്ത് അതിനെ പാരഫ്രൈസ് ചെയ്യുക. മീൻസ് ആ ഒരു മെയിൻ ഐഡിയ, മെയിൻ പോയിൻ്റ് മാത്രം നമ്മൾ പാരഫ്രൈസ് ചെയ്യുക. അതേപോലെ പ്രിപ്പയർ വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. കറക്റ്റ് ജിജി, അതായത് പാരഫ്രൈസ് മീൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, റീസ ഷേഖ് പറഞ്ഞിരിക്കുന്നു ടു റൈറ്റ് ഇൻ അവർ ഓൺ വേർഡ്സ്. യെസ്, അതായത് ഞാൻ പറഞ്ഞത് ഈ ഒരു മെയിൻ ഐഡിയയെ നമ്മൾ മനസ്സിലാക്കുക. അതാണ് ജിജി പറഞ്ഞ പോലെ റീസ. വിത്തൗട്ട് ചേഞ്ചിങ് നമ്മൾ മീനിങ് മാറ്റുന്നില്ല, ബട്ട് ട്രൈ ടു പാരഫ്രൈസ് ഇറ്റ് ഇൻ അവർ ഓൺ വേർഡ്സ്. ഓക്കെ, സോ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ മെയിൻ ഐഡിയയെ നിങ്ങൾ ക്യാച്ച് ചെയ്യുക. ആ ഒരു മെയിൻ ഐഡിയ മാത്രം എടുക്കുക, അഡീഷണൽ ഇൻഫർമേഷൻ അല്ല, മെയിൻ ഐഡിയ മാത്രം എടുക്കുക. അത് നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിൽ, എന്നാൽ ആ ഒരു മീനിങ് ചേഞ്ച് ആവാത്ത രീതിയിൽ തന്നെ നമ്മൾ പാരഫ്രൈസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് ടിപ്പ്. ആൻഡ് ദ തേർഡ് ടിപ്പ് ഈസ് find information in the passage. Okay, so first നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. ആ ഒരു you have to locate the information in the passage and then we have to move on to find the information in the passage. ആ ഒരു പാസേജിലെ ഇൻഫർമേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുക. This is the third tip. And the fourth tip is choose the best ending to match the information in the passage. Okay, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമ്മൾക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാരഫ്രൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റാണ് അല്ലെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആണ്, സ്യൂട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ആ ഒരു എൻഡിങ് മാത്രമായിരിക്കണം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിനോട് മാച്ച് ചെയ്യാൻ. ഓക്കെ, സോ ഇതാണ് ആ ഒരു ഫസ്റ്റ് 4 ടിപ്സ് എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ ആദ്യം തന്നെ നമ്മൾ സെൻറ്റൻസ് വായിക്കുക, ലിസ്റ്റ് ഓഫ് സെൻറ്റൻസസ് വായിക്കുക, ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ് വായിക്കുക. ദെൻ യു ഹാവ് ടു റീഡ് ത്രൂ ദി സെൻറ്റൻസ് എൻഡിങ്സ്. ദെൻ ആ സെൻറ്റൻസ് എൻഡിങ്സിൻ്റെ ലിസ്റ്റ് വായിക്കുക. ദെൻ ട്രൈ ടു ഓർ പ്രിപ്പയർ പാരഫ്രൈസസ്. നമ്മളുടെ വേർഡ്സിൽ നമ്മൾ പാരഫ്രൈസ് ചെയ്യുക, ബട്ട് നമ്മൾ ആ ഒരു മീനിങ് മാറരുത്, മെയിൻ ഐഡിയ മാത്രം നിങ്ങൾ ക്യാപ്ചർ ചെയ്യുക. And then you have to find information in the passageൽ ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ ചൂസ് ദ ബെസ്റ്റ് എൻഡിങ്. എന്താണോ ബെസ്റ്റ് എൻഡിങ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു സെൻറ്റൻസിനോട് എന്താണ് മാച്ച് ചെയ്യുക, ആ ഒരു ബെസ്റ്റ് എൻഡിങ് മാച്ച് ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ദി ഫസ്റ്റ് 4 ടിപ്സ്. And then the rest of the tips, I think this is visible to all of you. The 5th tip is the completed sentence must be grammatically correct. Okay, so ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഒരു സെൻറ്റൻസ്, ഒരു എൻഡിങ് ഈ ഒരു സെൻറ്റൻസിനോട് മാച്ച് ചെയ്താൽ മാത്രം നമ്മളുടെ അവിടെ ഒരു ടാസ്ക് തീരുന്നില്ല. നമ്മൾ എന്തുകൂടി ചെക്ക് ചെയ്യണം ഈ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ? യു ഹാവ് ടു
you have to check carefully whether this sentence is grammatically correct or grammatically suitable or grammatically apt ആണോ എന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇത് എല്ലാവരും തന്നെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. എല്ലാവരും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ട ഒരു മെയിൻ ഒരു പോയിൻ്റാണ്. ദ കംപ്ലീറ്റഡ് സെൻറ്റൻസ് മസ്റ്റ് ബി ഗ്രാമാറ്റിക്കലി കറക്റ്റ്. നമ്മൾ ഒരു എൻഡിങ് ചൂസ് ചെയ്തു, അത് ഈ ഒരു സെൻറ്റൻസിനോട് ആ ഒരു എൻഡിങ് നമ്മൾ മാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സെൻറ്റൻസ് വായിക്കുക, കൃത്യമായിട്ട് ആ ഒരു ഹോൾ സെൻറ്റൻസിനെ റീഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യണം ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ. ഓക്കെ, ഗ്രാമാറ്റിക്കലി ഒരു ഇൻകറക്റ്റ് ആണ് എങ്കിൽ നമ്മുടെ ആൻസർ വിൽ ബി ഇൻകറക്റ്റ്. ഓക്കെ, സോ ഗ്രാമാറ്റിക്കലി കൂടി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ദെൻ സെൻറ്റൻസ് ബിഗിനിങ്സ് ഫോളോ ദ ഓർഡർ ഓഫ് ഇൻഫർമേഷൻ ഇൻ ദി പാസേജ്. സെൻറ്റൻസ് ബിഗിനിങ്സ് എപ്പോഴും നമ്മളുടെ പാസേജിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ്റെ സെയിം ഓർഡർ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സെൻറ്റൻസിൻ്റെ ബിഗിനിങ്സ് നമുക്ക് കുറച്ച് ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് തരും അല്ലേ. ആ ഒരു സെൻറ്റൻസ് ബിഗിനിങ്സ് എന്ന് പറയുന്നത് പാസേജിൽ ഏത് ഓർഡറിലാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഇൻഫർമേഷൻ അതേ സെയിം ഓർഡറിൽ തന്നെ ആയിരിക്കും നമുക്ക് ആ ഒരു സെൻറ്റൻസ് ബിഗിനിങ്സ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ലൊക്കേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഇൻ ദാറ്റ് പാസേജ് ഇറ്റ് സെൽഫ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓർഡറിൽ തരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൺഫ്യൂഷൻ അവിടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സോ ഇത്തരത്തിലൊരു ഓർഡറിലായതുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്റൻസ് ബിഗിനിങ്സിനെ ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ 1 കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെക്ഷൻ 2 തന്നെ അടുത്ത ഒരു സെൻറ്റൻസ് മേ ബി ചിലപ്പോൾ ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 2-ലായിരിക്കാം. ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ നമ്മൾ ലൊക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ആൻസേഴ്സ് ആർ യൂഷ്വലി ലെറ്റേഴ്സ് A to G. റീഡ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ടു ചെക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിലും നമ്മൾ ആൻസർ എഴുതേണ്ടത് അല്ലെങ്കിൽ ആൻസേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ലെറ്റേഴ്സ് ആയിരിക്കും. സോ ഇത് ലെറ്റേഴ്സ് ആയിരിക്കും സച്ച് എസ് ABCDEG എന്ന A to G ദാറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇറ്റ് സെൽഫ് ആയിരിക്കും ഇവിടെ വരുന്ന നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ആ ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എൻഡിങ്സോ ഒന്നും ഒരു വേർഡ്സ് അല്ല എഴുതുന്നത്, പകരം ലെറ്റേഴ്സ് ആയിരിക്കും നമ്മൾ ആൻസറായിട്ട് എഴുതുക. സോ യു ഹാവ് ടു റീഡ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ടു ചെക്ക്. സോ എപ്പോഴും നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർലി ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിന് മാത്രമല്ല പറയുന്നത്, ഏതൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ ഇൻസ്ട്രക്ഷൻ നല്ല കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യണം. നിങ്ങൾ ഇൻസ്ട്രക്ഷൻ തെറ്റായിട്ടാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ആൻസറും അവിടെ ഇൻകറക്റ്റ് ആയിരിക്കും ആൻഡ് നമുക്ക് വി വിൽ ലൂസ് ദറ്റ് മാർക്ക്. ഓക്കെ, നമ്മുടെ ഒരു 1 മാർക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യണം. ഓക്കെ, ലെറ്ററാണ് എഴുതുന്നതെങ്കിൽ ലെറ്റർ തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മളൊരു വേർഡാണ് എഴുതേണ്ടതെങ്കിൽ നമ്മളൊരു വേർഡ്, അതേപോലെ വേർഡ് കൗണ്ടും ശ്രദ്ധിക്കുക. ഓക്കെ, യൂഷ്വലി എപ്പോഴും സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു മിസ്റ്റേക്കും ആൻസർ മേ ബി കറക്റ്റ് ആയിരിക്കും, ബട്ട് അവർ ഈ പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻ വായിക്കില്ല. ഇൻസ്ട്രക്ഷൻ വായിക്കാതെ ആ ഒരു കെയർലെസ്നെസ് കൊണ്ട് മേ ബി ലെറ്ററിന് പകരം വേർഡൊക്കെ ആയിരിക്കും എഴുതുന്നത്. സോ അത് എപ്പോഴും അവോയ്ഡ് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് തന്നെ കെയർഫുള്ളായിട്ട് തന്നെ റീഡ് ചെയ്യുക. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ടിപ്പ് ഈസ് there are usually more endings given than you need. ഓക്കെ, സോ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് സെൻറ്റൻസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അതേപോലെ ഒരു ലിസ്റ്റ് ഓഫ് എൻഡിങ്സും പ്രൊവൈഡ് ചെയ്യും അല്ലേ. സെൻറ്റൻസ് എൻഡിങ്സും പ്രൊവൈഡ് ചെയ്യും. ബട്ട് ഈ ഒരു സെൻറ്റൻസ് എൻഡിങ്സ് എന്ന് പറയുന്നത് മോർ എൻഡിങ്സ് വിൽ ബി പ്രൊവൈഡഡ് ഫോർ യു. നമുക്ക് തന്നിട്ടുള്ള ആ സെൻറ്റൻസിന് മാത്രം ഉള്ള ആ ഒരു നമ്പർ ഓഫ് എൻഡിങ്സ് മാത്രമായിരിക്കില്ല, ആ ഒരു എൻഡിങ്സിൽ കൂടുതൽ നമ്പറും കാണാം. ദർ ആർ യൂഷ്വലി മോർ എൻഡിങ്സ് ഗിവൺ ദാൻ യു നീഡ്. ഓക്കെ, സോ നമുക്ക് ആവശ്യം ആയിട്ടുള്ളത് മാത്രം നമ്മൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് എൻഡിങ്സ് നമുക്കവിടെ എടുക്കേണ്ട അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു എൻഡിങ് മാത്രമാണ് ഒരു സെൻറ്റൻസിനോട് ആപ്റ്റ് ആവുക. ഓക്കെ, സോ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, so these are the major tips while dealing with matching sentence endings. Okay, so is it clear for you? Okay, one more comment. Shivapriya, good morning Shivapriya. So ipo discuss ചെയ്ത ഈ ഒരു 8 tips, do you have any doubts regarding these tips? Everyone clear ആണോ ഈ ഒരു tips? Okay, Gigi, thank you. What about others? Okay, I'm eagerly waiting for all of your comments, your responses. Okay. സോ നമ്മൾ ടിപ്സ് ഡിസ്കസ് ചെയ്തു, ടാസ്ക് ഡിസ്കസ് ചെയ്തു, അതേപോലെ സ്കിൽസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ ഓക്കെ ബീന, താങ്ക് യു ബീന. ഓക്കെ, നൗ വി ലുക്ക് ഓൺ ടു ദി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച്. ഓക്കെ, ടിപ്സ്, ടാസ്ക്, സ്കിൽസ് മാത്രമല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിനെ അപ്രോച്ച് ചെയ്യാം
matching sentence. Okay, Alfie, thank you. Very happy to see all of your responses. Okay, so the tips, task and skills നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് ഈ ഒരു മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് എന്ന ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിനെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, സോ അതാണ് ഇനിയുള്ള ഒരു സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച്. ഓക്കെ, സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ്. എപ്പോഴും നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ട് ഓഫ് സെൻറ്റൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ നല്ല ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്, ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസിനെ കെയർഫുൾ ആയിട്ട് തന്നെ റീഡ് ചെയ്യുക. ഓക്കെ, സോ ഗോ ത്രൂ ഇറ്റ് ദാറ്റ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്. എപ്പോഴും നമുക്കൊരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക അല്ലേ, ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ട്, അത് നിങ്ങൾ കെയർഫുൾ ആയിട്ട് തന്നെ റീഡ് ചെയ്യുക. ദറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് scan from the top of the passage until you find the main idea from the sentence stem. ഓക്കെ, നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ്, ഓരോ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഗോ ത്രൂ ചെയ്യും, റീഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ പാസേജിൽ സ്കാൻ ഫ്രം ദ ടോപ്പ്, ആ ഒരു പാസേജിൻ്റെ ടോപ്പിൽ. ഓക്കെ, വൺ മോർ കമൻറ്റ്, രാജശ്രീ ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ആ ഒരു പാസേജിൽ ടോപ്പിൽ തന്നെ എന്താണ് നമ്മൾ ആ ഒരു പാസേജിൻ്റെ ബിഗിനിങ് അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് തന്നെ നമ്മൾ സ്കാൻ ചെയ്യുക. സ്കാൻ ഫ്രം ദി ടോപ്പ് ഓഫ് ദ പാസേജ് അൺടിൽ യു ഫൈൻഡ് ദി മെയിൻ ഐഡിയ ഫ്രം ദി സെൻറ്റൻസ് സ്റ്റെം. നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സെൻറ്റൻസ്, ആ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസിൽ ഒരു മെയിൻ ഐഡിയ, ആ ഒരു മെയിൻ ഐഡിയ ഏത് പാസേജിലാണെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. സോ അങ്ങനെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സ്കാൻ ഫ്രം ദി ബിഗിനിങ് ഓർ ഫ്രം ദി ടോപ്പ് ഓഫ് ദ പാസേജ്. ഒരിക്കലും നമ്മൾ ഒരു പാസേജ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫ്രം ദി ടോപ്പ് തന്നെ ആ ഒരു പാസേജിൻ്റെ ബിഗിനിങ്, ആ ഒരു പാസേജിൻ്റെ തുടക്കം അല്ലെങ്കിൽ ആ ഒരു പാസേജ്, ആ ഒരു ബിഗിനിങ് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. സ്കിം ചെയ്യുകയല്ല ഇവിടെ വേണ്ടത്, ആ ഒരു ടെക്നിക്കല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, സ്കാനിങ് ആണ്. സ്കാനിങ് മീൻസ് നമ്മൾ ഓരോ ലൈൻ, വേർഡ് ബൈ വേർഡ് ഓർ ലൈൻ ബൈ ലൈൻ നമ്മൾ എന്താണോ ഐഡിയ, ആ ഒരു ഐഡിയ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, ആ ഒരു ഇൻഫർമേഷനെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്കൊരു മെയിൻ ഐഡിയ ആ ഒരു സെൻറ്റൻസ് സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് റീഡ് ദാറ്റ് പാർട്ട് ഓഫ് ദ പാസേജ് വെരി കെയർഫുള്ളി. ഇനി നമ്മളൊരു മെയിൻ ഐഡിയ ലൊക്കേറ്റ് ചെയ്തു, അതിനുശേഷം ഓക്കെ നമ്മളൊരു പാസേജിൽ ആ ഒരു ബിഗിനിങ് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ സ്കാൻ ചെയ്ത് ഈ ഒരു സെൻറ്റൻസിന് ആപ്റ്റായിട്ടുള്ള ഒരു മെയിൻ ഐഡിയ ഉള്ള ഒരു പാസേജ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. ആ ഒരു പാസേജ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് ദാറ്റ് പാർട്ട് ഓഫ് ദി പാസേജ് വെരി കെയർഫുള്ളി. ആ ഒരു പാസേജിൻ്റെ ആ ഒരു മെയിൻ ഐഡിയ എവിടെയാണോ നമ്മൾ ലൊക്കേറ്റ് ചെയ്തത്, ആ ഒരു പാർട്ട്, ആ ഒരു പാസേജിൻ്റെ ആ ഒരു പാർട്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ റീഡ് ചെയ്യുക. മീൻസ് ഒരു ഇൻഡെപ്ത് ആയിട്ട് തന്നെ നിങ്ങൾ റീഡ് ചെയ്യുക. സ്കാനിങ്, ഓക്കെ, സ്കാനിങ് എന്ന ഒരു ടെക്നിക്കിലൂടെ നമുക്ക് ആ ഒരു പാസേജ് നിങ്ങൾ ആ ഒരു പാർട്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ റീഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദി തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ദെൻ read through the sentence endings looking for the one that has the same meaning as the information in the passage. നമ്മൾ ഓരോ സെൻറ്റൻസ് എൻഡിങ്സും വായിക്കുക, അതായത് തന്നിട്ടുള്ള ഓപ്ഷൻസ്, സെൻറ്റൻസ് എൻഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലിസ്റ്റ് നമ്മൾ വായിക്കുക. അതിനുശേഷം ലുക്കിംഗ് ഫോർ ദി വൺ ദാറ്റ് ഹാസ് എ സെയിം മീനിങ് ആസ് ദി ഇൻഫർമേഷൻ ഇൻ ദി പാസേജ്. തന്നിട്ടുള്ള പാസേജിൽ നമ്മൾ മെയിൻ ഐഡിയ ഓൾറെഡി ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് യു ഹാവ് ടു ലുക്ക് ഫോർ ദി വൺ ദാറ്റ് ഹാസ് എ സെയിം മീനിങ്. തന്നിട്ടുള്ള സെൻറ്റൻസ് എൻഡിങ്സും ഈ തന്നിട്ടുള്ള സെൻറ്റൻസിലെ മെയിൻ ഐഡിയ ആയിട്ടും ഏറ്റവും കൂടുതൽ മാച്ചാവുന്ന ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ ഒരു സിമിലർ മീനിങ് ആണ് ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസിനോടൊപ്പം റിലേറ്റ് ചെയ്യുമ്പോൾ ഒരു സെയിം മീനിങ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെയിം മീനിങ് കിട്ടുന്ന ആ ഒരു സെൻറ്റൻസ് ഏതാണെന്ന് നമ്മൾ you have to look on. Okay, so അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ for number 2, resume scanning the passage from where you found the answer to number 1. Okay, so നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്, തന്നിട്ടുള്ള ലിസ്റ്റ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഓർഡറിൽ തന്നെ ആയിരിക്കും. സോ നെക്സ്റ്റ് ഒരു നമ്പർ 2, അടുത്ത ആ ഒരു സെൻറ്റൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്കാനിങ് എന്ന ടെക്നിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ദ പാസേജ് ഫ്രം വെയർ യു ഫൈൻഡ് ദി ആൻസർ ടു നമ്പർ 1. നമ്മൾ നമ്പർ 1ൻ്റെ ആൻസർ ഇപ്പോൾ ചിലപ്പോൾ മേ ബി നമ്മളൊരു എ എന്ന പാസേജ് സെക്ഷൻ എയിലായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് ആ ഒരു സെൻറ്റൻസ് നമ്മൾ ആ ഒരു നമ്പർ 1 എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തത്, ഫസ്റ്റിൻ്റെ ആൻസർ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തത് അതിന് തൊട്ട് താഴെ, അല്ലെങ്കിൽ അതിന് ആ ഒരു നമ്പർ 1ന് ശേഷമുള്ള ആ ഒരു പാസേജിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ബിക്കോസ് ക്രോണോളജിക്കൽ ഓർഡർ തന്നെ ആയിരിക്കും.
സോ ഒരിക്കലും നമ്മൾ ആ ഒരു ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ഒരു പാസേജിൽ ഇപ്പോൾ എ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ബി സെക്ഷനിൽ കണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സെൻറ്റൻസിൻ്റെ ആൻസർ ഒരിക്കലും പിന്നീട് തിരിച്ച് എയിൽ നോക്കേണ്ട കാര്യമില്ല. എ കഴിഞ്ഞാൽ ബി, പിന്നെ ബിയിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് ആൻസർ സിയിലായിരിക്കും. അതേ ഒരു സെയിം ഓർഡർ തന്നെ ആയിരിക്കും. സോ ആ ഒരു സ്കാനിങ് എന്നുള്ള ടെക്നിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്പർ 2 സെക്കൻഡ് സെൻറ്റൻസിനുള്ള ആൻസർ ആ ഒരു നമ്പർ 1 എവിടെയാണോ നിങ്ങൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തത് അതിന് റെസ്റ്റ് ഓഫ് ബാക്കിയുള്ള പോർഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ലുക്ക് ഓൺ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് അപ്രോച്ച്, നെക്സ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് റിപ്പീറ്റ് ഫോർ ദി റിമൈനിങ് ക്വസ്റ്റ്യൻസ്. അതേപോലെ നമ്മൾ ഇത് തന്നെ റിമൈനിങ് ക്വസ്റ്റ്യൻസിന് റിപ്പീറ്റ് ചെയ്യുക. അതായത് ഓരോ ക്വസ്റ്റ്യന് ഇപ്പോൾ ഫസ്റ്റ് വൺ ഒരു പാസേജ് ഫൈൻഡ് ഔട്ട് ചെയ്തു, ദെൻ ആ ഒരു ഫസ്റ്റ് ആൻസർ എവിടെയാണോ നിങ്ങൾ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്തത് അതിന് ശേഷമുള്ള ഇൻഫർമേഷൻ വേണം, ബാക്കിയുള്ള പാസേജ് വേണം. ഇനി നെക്സ്റ്റ് അടുത്ത തേർഡ് വൺ, ഫോർത്ത് വൺ, അങ്ങനെ ആ ഒരു എത്ര സെൻറ്റൻസ് തന്നിട്ടുണ്ടോ ആ അതേ സെയിം ഓർഡറിൽ തന്നെ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു സ്കാൻ ചെയ്തതിന് ശേഷം ആ ഒരു ബാക്കിയുള്ള പാസേജസ് വേണം നിങ്ങൾ ആ ഒരു ആൻസറിന് വേണ്ടി ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. റെസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻ ഇൻ ദി പാസേജ് ആയിരിക്കും. ആൻഡ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് മേക്ക് ഷുവർ യു ഹാവിൻ യൂസ്ഡ് എനി ലെറ്റേഴ്സ് മോർ ദാൻ വൺസ്. ഓക്കെ, ഇതും ശ്രദ്ധിക്കുക. നമുക്ക് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷനിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് യു ഡു നോട്ട് ഹാവ് ടു ഓർ യു ഹാവിൻ യൂസ്ഡ് എനി ലെറ്റേഴ്സ് മോർ ദാൻ വൺസ്. ഓക്കെ, സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഐ ഓൾറെഡി മെൻഷൻ, ആൻസർ എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആയിരിക്കും അല്ലേ. ബട്ട് നമ്മൾ ഈ ഒരു ലെറ്റേഴ്സ് ഒരിക്കലും ഒന്നിൽ കൂടുതൽ തവണ യൂസ് ചെയ്യാൻ പാടില്ല, മോർ ദാൻ വൺസ്, ബിക്കോസ് വി ഡിഡൻറ്റ് ഹാവ് ദറ്റ് ഓർ യു ഹാവിൻ യൂസ്ഡ് എനി ലെറ്റേഴ്സ് മോർ ദാൻ വൺസ്. ഒരു ലെറ്റർ ഒറ്റ തവണ മാത്രമായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ അതും മൈൻഡിൽ ഓർക്കുക. ബിക്കോസ് ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസിന് ഒരു പോസിബിൾ എൻഡിങ് മാത്രമായിരിക്കും ഉണ്ടാവുക. ആ ഒരു പോസിബിൾ എൻഡിങ് മാത്രമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സെൻറ്റൻസിന് 2 പോസിബിൾ എൻഡിങ്സ് ഇല്ല. ഓക്കെ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലെറ്റർ ഏതാണോ ഒരു എൻഡിങ് മാത്രമായിരിക്കും ഓരോ സെൻറ്റൻസിനും ആപ്റ്റായിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും ഈ ഒരു സ്റ്റെപ്പാണ് ആ ഒരു എങ്ങനെ ഈ ഒരു മാട്രിക്സ് സെൻറ്റൻസ് എൻഡിങ്സിനെ അപ്രോച്ച് ചെയ്യണം അതിനുള്ള ഒരു സ്റ്റെപ്സാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? If you have any doubts or if you have any suggestions, comments, please do not hesitate to mention it in your comment section. Okay, all of you, is it clear? Or do you have any doubts regarding all these things? Everyone? Okay, Gigi, thank you. Okay, so shall we move on to the next points regarding this matching sentence endings? Okay. I hope all those tips, the skills, the task and the step-by-step approach is clear for all of you. So now we look on to the 2 major points, okay, based on this question format. Generally, matching sentence ending questions come with 2 lists. A list of incomplete sentences and another one of possible sentence endings. Okay, that is what I have already mentioned at the beginning of this today's live. Matching sentence ending questions usually come with 2 lists. എപ്പോഴും മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ് ക്വസ്റ്റ്യൻസ് 2 ലിസ്റ്റായിട്ടായിരിക്കും എപ്പോഴും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ വിസിബിൾ ആവുന്നത് 2 ലിസ്റ്റായിട്ടായിരിക്കും. which means a list of incomplete sentences are there. ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസിൻ്റെ ഒരു ലിസ്റ്റ് ആയിരിക്കും. ആൻഡ് ദി അനദർ ലിസ്റ്റ് ഈസ് വൺ ഓഫ് പോസിബിൾ സെൻറ്റൻസ് എൻഡിങ്സ്. ഓക്കെ, നെക്സ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള വരാൻ സാധ്യതയുള്ള ആ ഒരു സെൻറ്റൻസ് എൻഡിങ്സിൻ്റെ ആ ഒരു ലിസ്റ്റ് ആയിരിക്കും നെക്സ്റ്റ് ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് എപ്പോഴും കം വിത്ത് 2 ലിസ്റ്റ്. ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസിൻ്റെയും സെൻറ്റൻസസിൻ്റെയും, സെക്കൻഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള സെൻറ്റൻസ് എൻഡിങ്സിൻ്റെ ലിസ്റ്റും ആയിരിക്കും. ആൻഡ് ദെൻ യു വിൽ ഹാവ് ടു മാച്ച് ദം ഓൺ ദി ബേസിസ് ഓഫ് ദി ഇൻഫർമേഷൻ പ്രൊവൈഡ് ഇൻ ദി പാസേജ്. ഓക്കെ, നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എൻഡിങ്സ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്
എങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്? ഓൺ ദി ബേസിസ് ഓഫ് ദി ഇൻഫർമേഷൻ പ്രൊവൈഡ് ഇൻ ദി പാസേജ്. പാസേജിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിസിൽ വേണം നമ്മളിത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ. ഏത് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ഏത് സെൻറ്റൻസ് എൻഡിങ്സിനോടാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാച്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ പാസേജിലെ ഇൻഫർമേഷൻ ലുക്ക് ഓൺ ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, വൺ മോർ കമൻറ്റ്. പ്രിയ സണ്ണി, ഹലോ, ഗുഡ് മോർണിംഗ്. I think Priya is joined just now. Okay. So, task, tips and the step-by-step approach ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജീസ് ഫോർ ആൻസറിങ് ദി മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്? വാട്ട് ഓൾ ആർ ദ സ്ട്രാറ്റജീസ് ദാറ്റ് വി ഹാവ് ടു യൂസ് വൈൽ ഹാൻഡ്ലിങ് this matching sentence endings questions. Okay, so there are a few strategies that have to be borne in mind while answering these types of questions, especially this matching sentence questions. So matching sentence endings questions handle ചെയ്യുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട മെയിൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? Okay, so that is what I mentioned in this slide. So the first strategy that we have to use is to start with, just read the incomplete sentence and understand the meaning. Okay, the first strategy that we have to use is just നിങ്ങൾ ആ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസിൻ്റെ ആ ഒരു ലിസ്റ്റ് നന്നായിട്ട് വായിക്കുക. ബിക്കോസ് ഒരു തവണ വായിച്ചാൽ നമുക്ക് ഒരു ഐഡിയ ആയിരിക്കും കിട്ടുക, അല്ലേ? യു ഹാവ് ടു റീഡ് മോർ ദാൻ വൺസ്. നമ്മളൊരു 2 times എങ്കിലും വായിക്കുക ആ ഒരു ഹോൾ ലിസ്റ്റ്, അതായത് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസിൻ്റെ ആ ഒരു ഹോൾ ലിസ്റ്റിനെ നിങ്ങളൊരു 2 times എങ്കിലും വായിക്കുക. ബിക്കോസ് ഒരു സെക്കൻഡ് ടൈം കൂടി വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഇൻഡെപ്ത് ആയിട്ട് നമുക്കതിനെ മനസ്സിലാവും, അല്ലേ? സോ അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഹോൾ ലിസ്റ്റ്, മീൻസ് ആ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഹോൾ ലിസ്റ്റ് കെയർഫുള്ളായിട്ട് തന്നെ റീഡ് ചെയ്യുക ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. ഇത് വായിക്കുന്നതിൻ്റെ മെയിൻ എയിം എന്താണ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. ഇത് വായിച്ചാൽ മാത്രം പോരാ, അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മീനിങ് എന്താണെന്ന് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, അച്ചു മനോജ്, ഗുഡ് മോർണിംഗ്. And then the second strategy is highlight all of the keywords, as this will help concentrate on the meaning and discover the words you will be scanning in the text. Then next to the strategy എന്ന് പറയുന്നത്, you have to highlight all of the keywords. എല്ലാ കീവേഡ്സും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ ഫോമാറ്റ്സിലും നമ്മൾ പറയുന്നതാണ്, നിങ്ങൾ കീവേഡ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഹാവ് ടു ഹൈലൈറ്റ് ഓൾ ഓഫ് ദി കീവേഡ്സ്, ആസ് ദിസ് വിൽ ഹെൽപ്പ് കോൺസെൻട്രേറ്റ് ഓൺ ദി മീനിങ് ആൻഡ് ഡിസ്കവർ ദ വേർഡ്സ് യു വിൽ ബി സ്കാനിങ് ഇൻ ദ ടെസ്റ്റ്. ബിക്കോസ് ഈ ഒരു കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതിലൂടെ ഈ ഒരു കീവേഡ്സ് നമുക്ക് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ സർക്കിൾ ചെയ്യാം. അങ്ങനെ എന്താണ്, ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ ഈ ഒരു കീവേഡ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുശേഷം ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇത് നമ്മളെ എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? ടു കോൺസെൻട്രേറ്റ് ഓൺ ദ മീനിങ് ആൻഡ് ഡിസ്കവർ ദ വേർഡ്സ് യു വിൽ ബി സ്കാനിങ് ഇൻ ദി ടെസ്റ്റ്. ആ ഒരു മീനിങ് കോൺസെൻട്രേറ്റ് ചെയ്യാനും, അതേപോലെ നമ്മൾ ആ ഒരു ടെസ്റ്റിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു വേർഡ്സിനെ പെർട്ടിക്കുലറായിട്ട് ഡിസ്കവർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്ട്രാറ്റജി ഈസ് ഹൈലൈറ്റ് ദി കീവേഡ്സ് ആൻഡ് ദെൻ റീഡ് ദി എൻഡിങ്സ് ഓഫ് ദി സെൻറ്റൻസ് ടു ഗെറ്റ് ദി ബേസിക് ഐഡിയ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസിൻ്റെ ലിസ്റ്റ് ആയിരുന്നു വായിച്ചിരുന്നത്, അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു കീവേഡ്സും ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത് റീഡ് ദി എൻഡിങ്സ് ഓഫ് ദ സെൻറ്റൻസ് ടു ഗെറ്റ് ദി ബേസിക് ഐഡിയ. ഒരു ബേസിക് ഐഡിയ മനസ്സിലാവാൻ നമ്മൾ ഓരോ സെൻറ്റൻസിൻ്റെയും എൻഡിങ്സ് വളരെ നല്ല രീതിയിൽ തന്നെ, അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് തന്നെ വായിക്കുക. ഓക്കെ, ആ ഒരു ലിസ്റ്റ് ഓഫ് സെൻറ്റൻസ് എൻഡിങ്സ് ആണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ now begin looking for potential matches. Okay, potential matches in the sense suitable ആയിട്ട് ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്ന് തോന്നുന്ന ആ ഒരു സെൻറ്റൻസ് എൻഡിങ്സും ഇൻകംപ്ലീറ്റ് സെൻറ്റൻസും കറക്റ്റ് ചൂസ് ചെയ്യുക, അതിനെ മാച്ച് ചെയ്യുക. ഓക്കെ, many of the possibilities will be wrong because of the grammatical structure or their meaning. Thus remove this immediately. Okay, ഒരുപാട് സാധ്യതകൾ ഉണ്ടാവും. നമുക്ക് ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്, ഒരു ലെറ്റർ മാത്രമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ ഒരു പോസിബിൾ സെൻറ്റൻസ് എൻഡിങ് മാത്രമായിരിക്കും ഒരു സെൻറ്റൻസിനോട് ആപ്റ്റ് ആയിട്ടുള്ളത്. അല്ലാതെ ഒന്നിൽ കൂടുതൽ എൻഡിങ്സ് ഒന്നും ഒരു സെൻറ്റൻസിന് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരുപാട് പോസിബിലിറ്റീസ് അവിടെ ഉണ്ടാവും. ബട്ട് ദാറ്റ് വിൽ ബി റോങ്. അതൊക്കെ റോങ് ആയിരിക്കും. ഇൻ ഓർഡർ ടു കൺഫ്യൂസ് ചെയ്യും, നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാനും ഒരുപാട് പോസിബിലിറ്റീസ്, ഒരുപാട് സാധ്യതകൾ, അല്ലെങ്കിൽ പോസിബിളായിട്ടുള്ള ഒരുപാട് എൻഡിങ് സെൻറ്റൻസസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും.
But we have to neglect or we have to remove all these things immediately because the grammatical structure, because of the grammatical structure or their meaning. So നമ്മളിത് വായിച്ച് കഴിയുമ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് ഓരോ സെൻറ്റൻസ് എൻഡിങ്സും നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം അത് ചേർത്ത് വെച്ച് വായിക്കുക അല്ലേ, കമ്പൈൻ ചെയ്ത് വായിക്കുമ്പോൾ ഗ്രാമാറ്റിക്കലി കൂടി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ദെൻ യുവർ ആൻസർ വിൽ ബി റോങ്. ഓക്കെ, സോ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. ഇൻകറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ആൻസറും റോങ് ആയിരിക്കും. ആൻഡ് ദെൻ to find answers, go to the first incomplete sentence and look for the keywords in the passage. Okay, answers find out ചെയ്യാനായി first of all you have to go to the first incomplete sentence. ആദ്യത്തെ ഫസ്റ്റ് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ യു ഹാവ് ടു ലുക്ക് ഫോർ ദി കീവേഡ്സ് ഇൻ ദി പാസേജ്. സോ ആ ഒരു മെയിൻ സെൻറ്റൻസിലെ കീവേഡ് എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് എവിടെ ലുക്ക് ഓൺ ചെയ്യണം, ആ ഒരു പാസേജിൽ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു കീവേഡ്. If there are dates, places, numbers or names, it will be easier to spot the answer. Okay. സോ എപ്പോഴും നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ആണെങ്കിലും ലിസ്റ്റ് ഓഫ് പാരഗ്രാഫ് ഇൻഫർമേഷൻ ആണെങ്കിലും ലിസ്റ്റ് ഓഫ് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് ആണെങ്കിലും നമുക്ക് എപ്പോഴും തന്നിട്ടുള്ള ആ ഒരു ഓപ്ഷൻസിൽ എന്തെങ്കിലും ഡേറ്റ്സ് അല്ലെങ്കിൽ പ്ലേസസ്, നമ്പേഴ്സ്, നെയിംസ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ അസ് ടു സ്പോട്ട് ദി ആൻസർ അല്ലേ. നമുക്ക് ആ ഒരു ആൻസർ സ്പോട്ട് ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ബിക്കോസ് ആ ഒരു നമ്പർ അല്ലെങ്കിൽ സ്പെസിഫിക് നമ്പർ അല്ലെങ്കിൽ ഇയർ അല്ലെങ്കിൽ നെയിംസ്, ഒരു പേഴ്സൻ്റെ നെയിം അല്ലെങ്കിൽ ഡേറ്റ്സ് ഇത്തരത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാസേജിലും ഈ ഒരു ഇൻഫർമേഷൻ മാത്രം സ്പെസിഫിക്കലി നോക്കിയാൽ മതി അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പാസേജിലും ആ ഒരു ഡേറ്റ് എവിടെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഇഫ് ഇറ്റ് ഇസ് എ നെയിം നമ്മൾ ആ ഒരു ട്രൈ ടു ലൊക്കേറ്റ് ദാറ്റ് നെയിം ഇൻ ദറ്റ് പാസേജ് ഇറ്റ് സെൽഫ്. ആ ഒരു പാസേജിലെ നെയിം വേണം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഇത്തരത്തിൽ എന്തെങ്കിലും ഡേറ്റ്സോ പ്ലേസസോ നമ്പേഴ്സോ നെയിംസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങളുടെ സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു കീവേഡായിട്ട് ചൂസ് ചെയ്യുക. അതിനുശേഷം ഇത് മാത്രം നമ്മൾ ആ ഒരു പാസേജിൽ ലൊക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ദെൻ ഓൾസോ വെൻ സ്കാനിങ് ലുക്ക് ഫോർ പാരഫ്രൈസിങ് ആൻഡ് സിനണിംസ്. ഓക്കെ, സ്കാൻ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു പാരഫ്രൈസ് യുവർ സെൽഫ് അല്ലേ, ദാറ്റ് ഈസ് ഓൾറെഡി മെൻഷൻ, പാരഫ്രൈസ് ചെയ്യുക. അതേപോലെ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി സിനണിംസും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ബിക്കോസ് എല്ലാം ആ ഒരു സെയിം വേർഡ് ആയിരിക്കില്ല നമുക്ക് ഈ ഒരു പാസേജിൽ വരുന്നത്, പകരം ഈ ഒരു ഓരോ പർട്ടിക്കുലർ വേർഡിൻ്റെയും സിനണിം ആയിരിക്കും പാസേജിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ യു ഹാവ് ടു റീഡ് കെയർഫുള്ളി. Once you have found the answer, double check the master sentence that is grammatically correct and fill in the answer. Okay, once നമ്മൾ ആ ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തു എങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം യു ഹാവ് ടു ഡബിൾ ചെക്ക് ദി മാസ്റ്റർ സെൻറ്റൻസ്. നമ്മൾ ഒരു തവണ ചെക്ക് ചെയ്താൽ പോരാ, യു ഹാവ് ടു ഡബിൾ ചെക്ക്, 2 തവണ എങ്കിലും ആ ഒരു സെൻറ്റൻസ്, ആ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസും സെൻറ്റൻസ് എൻഡിങ്സും കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ അതൊരു ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെന്ന് കൂടി നമ്മൾ ആണോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ആൻസർ കറക്റ്റ് ആവുന്നത്. സോ യു ഹാവ് ടു ചെക്ക് കെയർഫുള്ളി വെദർ ഇറ്റ് ഈസ് ഗ്രാമാറ്റിക്കലി ആപ്റ്റ് ഓർ കറക്റ്റ് ആൻഡ് ഫിൽ ഇൻ ദി ആൻസർ. അങ്ങനെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ വി ക്യാൻ മൂവ് ഓൺ, നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അങ്ങനെ നമുക്ക് ആൻസർ ഫില്ല് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ആ ഒരു സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് വൈൽ ഹാൻഡ്ലിംഗ് ദിസ് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ്. ഓക്കെ, സോ ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു ദി സ്ട്രാറ്റജീസ് ഫോർ ആൻസറിങ് ദി മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് ക്വസ്റ്റ്യൻസ്, or do I need to explain any of these strategies? If you have any doubts regarding these strategies and all, you can mention it in your comment section. Or if it's clear for you, you can also mention that too in your comment section. Okay, Risa, thank you. Thank you so much for your positive response. What about others? Beena, Alfie, Gigi, Priya. Is it clear? ഓക്കെ, സോ വൺസ് അഗെയിൻ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഒരു ഓവർവ്യൂ. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ലാസ്റ്റായിട്ടായിരുന്നു ജോയിൻ ചെയ്തത്, അവർക്കായി നമ്മൾ എന്തൊക്കെയാണ് വൺസ് മോർ നമ്മൾ എന്തൊക്കെയായിരുന്നു ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ.
സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് എന്ന് പറയുന്നത് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ് ആയിരുന്നു. അതിലെ ടാസ്ക്, ഓക്കെ ജിജി താങ്ക് യു, നമ്മളതിലെ ടാസ്ക് മെൻഷൻ ചെയ്തു. എന്താണ് ടാസ്ക് എന്ന്? ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് വി ഹാവ് ടു കംപ്ലീറ്റ് സെൻറ്റൻസസ്, അല്ലെ, സെൻറ്റൻസിനെ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസിനെ സെൻറ്റൻസ് എൻഡിങ്സ് ആയിട്ട് മാച്ച് ചെയ്യുക. ദറ്റ് ഈസ് ദ ടാസ്ക് ദാറ്റ് വി ഹാവ് ടു യൂസ് ഹിയർ. ആൻഡ് ദ സ്കിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ ടിപ്സ്, മെയിൻ ടിപ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് ടിപ്സ്? പാരഫ്രൈസ് ചെയ്യുക, ആൻഡ് സെൻറ്റൻസസ് നന്നായിട്ട് വായിക്കുക, ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതേപോലെ ഈ ഒരു സെൻറ്റൻസ് ഒരു ആൻസർ കറക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. ആൻസേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ലെറ്റേഴ്സ് ആയിരിക്കും. സോ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് വായിക്കുക. ആൻഡ് ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എപ്പോഴും ആ ഒരു ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ആണ് നമ്മൾ ലുക്ക് അറ്റ് ചെയ്യേണ്ടത്. ആൻഡ് നമ്മൾ ഓരോ പാസേജും ഫ്രം ദി ടോപ്പ് ഇറ്റ് സെൽഫ് നമ്മൾ മെയിൻ ഐഡിയ മനസ്സിലാക്കുക. അതേപോലെ ബാക്കിയുള്ള ഒരു പാസേജും കെയർഫുള്ളായിട്ട് തന്നെ റീഡ് ചെയ്യുക. എപ്പോഴും സെൻറ്റൻസ് എൻഡിങ്സ് വായിക്കുക. സെയിം മീനിങ് വരുന്ന ആ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസിനോടാണ് നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യേണ്ടത്. അതേപോലെ ഒരു പാസേജ്, ഇപ്പോൾ നമ്പർ 1 നമ്മളൊരു ഫസ്റ്റ് പാസേജിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു മെയിൻ ഐഡിയ എവിടെയാണോ നമ്പർ 1 നമ്മൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തത് അതിന് ബാക്കിയുള്ള പോർഷൻ മതി അടുത്ത സെൻറ്റൻസിനോട് നമുക്ക് ചൂസ് ചെയ്യാൻ. ഓക്കെ, അതേപോലെ ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ ആയിരിക്കും. അതും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുക. ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. ആൻഡ് നമ്മൾ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുക ആഫ്റ്റർ ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ് ദാറ്റ് യു ഹാവ് ഇൻ യൂസ്ഡ് ഇൻ ലെറ്റേഴ്സ് മോർ ദാൻ വൺസ്. ഒരു ലെറ്റർ പോലും നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ യൂസ് ചെയ്തിട്ടില്ല എന്നുകൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക. ആൻഡ് ഈ ഒരു ജനറലി മാച്ചിങ് സെൻറ്റൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ 2 ലിസ്റ്റായിട്ടായിരിക്കും വരുന്നത്. ലിസ്റ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസും അതേപോലെ ലിസ്റ്റ് ഓഫ് സെൻറ്റൻസ് എൻഡിങ്സും. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സ്ട്രാറ്റജീസ് ആയിരുന്നു. സോ എപ്പോഴും നമ്മൾ ഈ ഒരു തന്നിരിക്കുന്ന 2 ലിസ്റ്റും കെയർഫുള്ളായിട്ട് തന്നെ റീഡ് ചെയ്യുക. ഒരു തവണയല്ല, യു ഹാവ് ടു റീഡ് മോർ ദാൻ വൺസ്, ട്വൈസ് എങ്കിലും റീഡ് ചെയ്യണം. അതേപോലെ കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യുക. കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കറക്റ്റ് മീനിങ് അല്ലെങ്കിൽ ഓരോ വേർഡ്സും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പാസേജിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടാവും ഇൻ ഓർഡർ ടു കൺഫ്യൂസ് യു, ബട്ട് കറക്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഗ്രാമാറ്റിക്കലി കൂടി കറക്റ്റ് ആവുന്നുണ്ടോ, ആപ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ഈ ഒരു ആൻസർ ഉറപ്പ് വരുത്താൻ. ഓക്കെ, ആൻഡ് ദെൻ ലുക്ക് ഫോർ പാരഫ്രൈസിങ് ആൻഡ് സിനണിംസ്. പാരഫ്രൈസ് ചെയ്യുക, അതേപോലെ സിനണിംസും ലുക്ക് ഓൺ ചെയ്യുക. ആൻഡ് ദെൻ വൺസ് യു ഹാവ് ഫൈൻഡ് ദി ആൻസർ നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഒരു തവണ മാത്രമല്ല, യു ഹാവ് ടു ഡബിൾ ചെക്ക് ദ മാസ്റ്റർ സെൻറ്റൻസ്. അതായത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ, ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് യു ക്യാൻ മൂവ് ഓൺ വിത്ത് ദറ്റ് ആൻസർ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ദെൻ യുവർ ആൻസർ വിൽ ബി കൺസിഡർഡ് ആസ് റോങ്. ഓക്കെ, അതുകൂടി മൈൻഡിലൊന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഇതാണ് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ്. ഐ തിങ്ക് ഓൾ ദ ഡീറ്റെയിൽസ് ബേസ്ഡ് അപ്പോൺ ദിസ് മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ്, ദ ടാസ്ക്, ദ സ്ട്രാറ്റജീസ്, ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ആൻഡ് ഓൾ ദോസ് ടിപ്സ് ആൻഡ് തിങ്സ്. I hope all of these topics that I discussed today is clear for all of you. ആൻഡ് ഇനിയുള്ള നെക്സ്റ്റ് ലൈവ് സെഷനിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിൻ്റെ പ്രാക്ടീസ് സെഷൻ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു വേയിലാണ് നമ്മൾ ഈ ഒരു ലൈവ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ്, അതിൻ്റെ ടിപ്സ്, സ്ട്രാറ്റജീസ്, ഡീറ്റെയിൽസ്, അതിനുശേഷം നെക്സ്റ്റ് ലൈവിൽ ഓരോ ക്വസ്റ്റ്യൻ ഫോമാറ്റ്സിൻ്റെ പ്രാക്ടീസ് സെഷൻ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ലൈവ് സെഷൻ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് a happy time. I think it's a happy time for all of us. So once again, thank you everyone for your positive responses, for your participation. Thank you Alfie, thank you Priya, Gigi, Risa. Okay, so that's all for today. Let's wind up today's session and have a nice day all of you. Thank you Risa, thank you so much.